ഹായ്, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. ഇന്ന് നിങ്ങളുടെ മുമ്പിൽ പുതിയൊരു വീഡിയോയുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. തമിഴ് സിനിമയിലെ വളരെ മനോഹരമായ ഒരു ഗാനത്തിൻ്റെ നൊട്ടേഷൻ. ഇളയരാജ സാർ സംഗീത സംവിധാനം നിർവഹിച്ച് SP സാർ പാടി ഹിറ്റാക്കിയ മാംകുയിലെ തേൻകുയിലെ എന്ന് തുടങ്ങുന്ന ഗാനത്തിൻ്റെ നൊട്ടേഷനാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. വയലിൻ കുറച്ചെങ്കിലും പഠിച്ച കുട്ടികൾക്ക് വളരെ സിമ്പിളായിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ഗാനമാണിത്. അധികം ബുദ്ധിമുട്ടില്ലാതെ തന്നെ നമുക്ക് വായിച്ച് പഠിക്കാവുന്ന ഒരു ഗാനം. ഈ ഗാനം തിട്ടപ്പെടുത്തിയിരിക്കുന്ന മേളകർത്ത രാഗപ്പട്ടികയിലെ 29ാമത്തെ മേളകർത്ത രാഗമായ ശങ്കരാഭരണം എന്ന രാഗത്തിലാണ് തിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഈ വീഡിയോ കാണുന്ന കുട്ടികൾ അല്ലെങ്കിൽ വയലിൻ പഠിക്കുന്നവർ ശങ്കരാഭരണം രാഗം പഠിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ മായാമാളവ ഗൗള രാഗത്തിൻ്റെ ഋഷഭം ദൈവതം ഈ രണ്ട് സ്വരങ്ങൾ അല്പം ഉയർത്തി വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ശങ്കരാഭരണം രാഗം ലഭിക്കുന്നതായിരിക്കും. ഋഷഭവും ദൈവതവും കൂടിയതാണ്. മറ്റു സ്വരങ്ങളെല്ലാം മായാമാളവ ഗൗള രാഗത്തിൻ്റെ സ്വരസ്ഥാനങ്ങൾ തന്നെയാണ് ഇതിനകത്ത് വരുന്നത്. ഋഷഭം ദൈവതം ഈ രണ്ട് സ്വരങ്ങൾ കൂടിയ സ്വരങ്ങളാണ്. അപ്പം അങ്ങനെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ശങ്കരാഭരണം രാഗത്തിൻ്റെ സ്വരസ്ഥാനങ്ങൾ നമുക്ക് കിട്ടും. ഞാൻ ആ രാഗത്തിൻ്റെ ആരോഹണം അവരോഹണം ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. അപ്പോൾ ആ ഋഷഭവും ദൈവതം എങ്ങനെ വരുന്നു, എവിടെ വരുന്നു എന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ ഇവിടെയാണ് വരുന്നത്. മായാമളയുടെ നമ്മൾ കുറഞ്ഞ ഇവിടെ വരുന്നത്. ഇതിൻ്റെ കൂടി വരിക. ഇതാണ് അതിൻ്റെ ശങ്കരാഭരണ രാഗത്തിൻ്റെ ആരോഹണം അവരോഹണം. അപ്പം ഞാൻ സ്വരങ്ങളൊന്ന് പറഞ്ഞതിന് ശേഷം അത് ഓരോ ലൈൻ പറഞ്ഞതിന് ശേഷം അത് നിങ്ങൾ വായിച്ച് ഏൽപ്പിക്കാം. ഫസ്റ്റ് ലൈൻ്റെ ദാദാനി ദാദാനി അങ്ങനെ വരുന്നേ അതൊന്ന് വായിക്കും. നിങ്ങൾ ബുക്കിനകത്ത് നോട്ട് എഴുതി വെക്കുക. നോട്ട് എഴുതി വെച്ചതിന് ശേഷം പ്രാക്ടീസ് ചെയ്യുക. ദാദാനി രണ്ട് ലൈൻ വെച്ച് പറഞ്ഞുതരാം. ദാദാനി ദാമാ. അത്ര ഞാൻ വായിച്ച് ഏൽപ്പിക്കാം. മനസ്സിലായെങ്കിൽ നിങ്ങൾ അതുപോലെ പ്ലേ ചെയ്ത് നോക്കുക. ഒരിക്കൽ കൂടി അത് വായിച്ച് ഏൽപ്പിക്കാം. ദാദാനി ദാമാ. അതിനുശേഷം അടുത്ത ലൈൻ. ഇതാണ് അത് കഴിഞ്ഞുള്ള അടുത്ത ഭാഗം വരുന്നത്. അതിനുശേഷം രണ്ട് പ്രാവശ്യം വയ്ക്കണം. അതിനുശേഷം പല്ലവി ഫസ്റ്റ് സെക്കൻഡ് ലൈൻ ഒന്ന് ഒരിക്കൽ കൂടി വരും.
ഇത്രയും മനസ്സിലായെങ്കിൽ അടുത്ത സെക്കൻഡ് നോട്ട് ഞാൻ പറഞ്ഞുതരാം. ഇത് നമുക്ക് ഞാൻ പറഞ്ഞില്ല, വളരെ സിമ്പിളായിട്ട് നമുക്ക് അധികം ബുദ്ധിമുട്ടില്ലാത്ത ഒരു നൊട്ടേഷനാണ് ഈ ഗാനത്തിനകത്ത് വരുന്നത്. സെക്കൻഡ് അത് നമ്മൾ മേഷ്തായിലേക്ക് കയറിയാണ് വരുന്നത്. മേഷ്തായിലേക്ക് പറ്റ് കമ്പി ടോപ്പിലേക്ക്. ഞാൻ ബാസിലേക്ക് പറഞ്ഞത് ഗാരി ഗാരി സനിത ഗാരി ഗാരി സനിത. നോട്ട് നിങ്ങൾ എഴുതി വെക്കാം. ഗാരി ഗാരി സനിത ധനി സനി സരി സനിത ഗാ. അത് നമ്മൾ റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ വരും. അങ്ങനെ ഉയർത്തി വരിക. ഗാരി ഗാരി സനിത ധനി സനി സരി ധനി സനി സരി സനിത ഗാ. അതിനുശേഷം ധനി ധനി സ നി സനി ദ പ ധനി ധനി സ നി സനി ദ പ. അതിനുശേഷം പാദ പദാനി നി സനി ദ പ. അത്രയും വായിച്ചത്. നി സനി ദ ദ ദ ദ സ നി സനി ദ നി സനി ദ ദ ദ ദ ചേർത്തു. നി സനി ദ ദ ദ ദ സ നി സനി ദ ദ ദ ദ. അതിനുശേഷം അടുത്ത നോട്ട് നമ്മൾ ഒരു നോട്ട് കയറി വരും. നി സനി ദ നി സനി ദ ദ ദ ദ രി നി സനി ദ ദ ദ ദ. അത്രയൊന്ന് മാറ്റി ചെയ്യും. രിഗമ പദ പദ പ മഗരി രിഗമ പദ പദ പ മഗരി രിഗമ പദ രിഗമ രിഗമ പദ പദ പ മഗരി. അത് വായിക്കും. അതിനുശേഷം നമ്മൾ പല്ലവി വായിക്കും. Second. ഈ നോട്ട് ഇതുപോലെ നിങ്ങൾ ബുക്കിനകത്ത് എഴുതി വെച്ചതിന് ശേഷം പ്രാക്ടീസ് ചെയ്യുക. വളരെ എളുപ്പം പഠിച്ചെടുക്കാം. വളരെ മനോഹരമായ ഗാനമാണ്. രാഗം പഠിച്ചെടുക്കുക. ശകരാഭരണം രാഗം നിങ്ങൾ ആരോഹണം നല്ലപോലെ പ്രാക്ടീസ് ചെയ്തിട്ട് ഇത് പഠിച്ചെടുക്കുക. ഇവിടെ പൂർണ്ണമായാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോ ഉടനെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതുവരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുക. താങ്ക്സ്.